ഹലോ ഹായ് നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ശരിക്കും ഭയങ്കര ഹാപ്പി ആയിട്ടാണ് കേട്ടോ നിങ്ങളുടെ അടുത്ത് വീഡിയോ ചെയ്യാനായിട്ട് വന്നിരിക്കുന്നത്. ബിക്കോസ് വൺ ഓഫ് ദ ബെസ്റ്റ് അപ്ഡേറ്റ് എന്ന് പറയാം, ഫേസ്ബുക്കിൽ ഇതുവരെ വന്നിട്ടുള്ളതിൽ ഏറ്റവും നല്ലൊരു അപ്ഡേറ്റ് ആണെന്ന് എനിക്ക് പറയാം. ഈ അപ്ഡേറ്റ് എന്താണോ എന്ന് പറയുന്നതിന് മുന്നേ നിങ്ങൾക്ക് ഈ അപ്ഡേറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ നേരത്തെ ഞാൻ പറഞ്ഞു വെക്കാണ്, നിങ്ങൾക്ക് ഈ അപ്ഡേറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഇതിനകത്ത് കമൻറ്റ് ഇടണം. നിങ്ങൾ ഏത് കൺട്രിയിലും കൂടിയാണ് എന്നുള്ളതൊന്ന് കമൻറ്റ് ഇട്ടേക്കണം. ബിക്കോസ് ഞാനത് പറയാൻ കാര്യം, ഇത് ഏത് കൺട്രിയിലൊക്കെ ഉള്ളവർക്കാണ് കിട്ടുന്നത് ഒന്നും അറിയാൻ വേണ്ടിയാണ്. ഈ അപ്ഡേറ്റ്സ് ഒക്കെ യു എയിൽ വരാനായിട്ട് കുറേ ലേറ്റ് ആവും. സാധാരണ എല്ലായിടത്തും ഒക്കെ വന്നതിന് ശേഷമാണ് വരുന്നത്. അപ്പം ഇങ്ങനെ ഒരു അപ്ഡേറ്റിനെ കുറിച്ച് ആരും പറഞ്ഞതായിട്ടോ സാധാരണ എന്തെങ്കിലുമൊക്കെ അങ്ങനെ വരുവാണെങ്കിൽ എനിക്ക് ഇൻസ്റ്റയിൽ പലരും കമൻസ് ഇടുന്നത്, ഇത് അങ്ങനെയൊന്നും ആരും കമൻറ്റ് ഇട്ടിട്ടില്ല. ഇത് ശരിക്കും പറഞ്ഞാൽ ഞാൻ എൻ്റെ ആ പാട്ടിൻ്റെ ചാനലാണെങ്കിൽ അങ്ങനെ ഇപ്പോഴും ഡാഷ്ബോർഡ് ഓപ്പൺ ചെയ്ത് നോക്കാറില്ല. കാരണം അതിനകത്ത് കോപ്പിറൈറ്റഡ് കണ്ടന്റ് ഞാൻ ഒരു 99% ഇടാറില്ല. എൻ്റെ ഓൺ പ്രോഡക്ട്സുകൾ തന്നെയാണ് അതിനകത്ത്. ഞാൻ തന്നെ ഞാൻ തന്നെ പാടിയതും എൻ്റെ കസിൻസിനെ കൊണ്ടൊക്കെ ട്രാക്ക് ചെയ്യിപ്പിച്ചു. അപ്പോൾ അതിനകത്ത് കോപ്പിറൈറ്റ് അങ്ങനെ വരാനുള്ള സാധ്യതയില്ല. എൻ്റെ മറ്റ് പേജുകളിലൊക്കെ കോപ്പിറൈറ്റ് വരാനുള്ള സാധ്യതയുണ്ട്. കാരണം റിയാക്ഷൻ വീഡിയോയും ഞാൻ ഡ്യുവറ്റും ഒക്കെ ചെയ്യുന്നുണ്ട്, മറ്റുള്ളവരുടെയൊക്കെ കണ്ടന്റ് ഇടുന്നത്. പിന്നെ ഞാൻ റീൽസ് എന്താ ഈ നമ്മുടെ വ്ളോഗുകളൊക്കെ ഇടുമ്പം അതിന് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഒക്കെ ഇടും. ചിലപ്പോൾ കോപ്പിറൈറ്റ് വരാനുള്ള സാധ്യത. അപ്പോൾ അതിനൊക്കെ ഇങ്ങനെ ഇഷ്യൂ വരാൻ സാധ്യതയുള്ളതുകൊണ്ട് ആ ചാനലുകളൊക്കെ ഞാൻ എപ്പോഴും ഇങ്ങനെ ചെക്ക് ചെയ്യാറുണ്ട്. പക്ഷേ ഈ പാട്ടിൻ്റെ ചാനൽ ഞാൻ വളരെ റെയർ ആയിട്ടാണ് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ സത്യം പറഞ്ഞാൽ ഇന്നലെ വെറുതെ രാത്രിയിൽ ഉറങ്ങുന്നതിന് മുന്നേ വെറുതെ ഇത് ഒത്തിരി നാളായല്ലോ ഇതിൻ്റെ ഡാഷ്ബോർഡൊക്കെ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കിയിട്ട് എന്ന് പറഞ്ഞിട്ട് ഡാഷ്ബോർഡ് ഓപ്പൺ ചെയ്ത് നോക്കിയപ്പം ബോണസ് എന്ന് പറയുന്നൊരു സാധനമില്ല, അതിന് പകരം വേറൊരു സംഭവമാണ് വന്നേക്കുന്നത് കേട്ടോ. അതെന്താണെന്ന് ഞാൻ പെട്ടെന്ന് ഇങ്ങനെ കണ്ടുപിടിച്ചു. ഇതിന് എന്തുവാണ്, ഓൾറെഡി ഭയങ്കര പേടിയാണ് മോണിറ്റൈസേഷൻ. ഏത് നിമിഷവും ഈ ഫേസ്ബുക്കിൻ്റെ മോണിറ്റൈസേഷൻ നഷ്ടപ്പെട്ടു പോകാം. അപ്പം പെട്ടെന്ന് ഇങ്ങനെ ടെൻഷൻ അടിച്ചിട്ട് പെട്ടെന്ന് നോക്കിയാൽ ക്രിയേറ്റർ മോണിറ്റൈസേഷൻ എന്ന് പറഞ്ഞൊരു സാധനത്തിന് സെറ്റപ്പ് എന്ന് പറഞ്ഞ് വന്നേക്കുന്നത്. ഒന്നും നോക്കില്ല, ഞാൻ സ്ക്രീൻ റെക്കോർഡൊന്നും എടുത്തില്ല. പെട്ടെന്ന് ഇത് സെറ്റപ്പ് ചെയ്ത് ഇത് എന്താണ് സംഭവം എന്ന് അറിയാൻ വേണ്ടി സെറ്റപ്പ് ചെയ്ത് കഴിയുമ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ അയ്യോ സ്ക്രീൻ റെക്കോർഡ് എടുത്തിരുന്നെങ്കിൽ എല്ലാവരെയും ഒന്ന് കാണിക്കായിരുന്നു, എല്ലാവർക്കും ഇങ്ങനെ വന്നിട്ടുണ്ടോ എന്നുള്ള അറിയാൻ. ഇതാണ് സംഭവം കേട്ടോ ക്രിയേറ്റർ. ഞാൻ അതിൻ്റെ സ്ക്രീൻ റെക്കോർഡ് ചെയ്ത് നിങ്ങളെ കാണിച്ചു തരാം. ക്രിയേറ്റർ മോണിറ്റൈസേഷൻ എന്ന് പറഞ്ഞ ഇത് സെറ്റപ്പ് ചെയ്തു. അന്നേരം തന്നെ നിങ്ങൾ എലിജിബിൾ ആയി എന്ന് പറഞ്ഞിട്ട് എനിക്ക് നോട്ടിഫിക്കേഷനും വന്നു. അത് നമ്മൾ ക്ലിക്ക് ചെയ്ത് നോക്കി കഴിയുമ്പോൾ അതിനകത്ത് എഴുതിയിട്ടുണ്ട് നമുക്ക് ഇതുവരെയുള്ള ബോണസ് എന്ന് പറഞ്ഞാൽ ബോണസ് എന്ന് പറയുന്ന പോർഷനിൽ നന്നായിട്ട് ഏൺ ചെയ്യുന്നവരുണ്ട്. ഇന്നലെ തന്നെ സീന അതിനകത്ത് കമൻറ്റ് ഇട്ടേക്കുന്നുണ്ട്, നല്ലതാണ് ബോണസ്. എനിക്കും കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഒരു 100 and something ഒക്കെ ബോണസ് എനിക്ക് പലപ്പോഴും കിട്ടിയിട്ടുണ്ട്. നമ്മുടെ അല്ലാത്ത റവന്യൂ പ്ലസ് ആണ് പറയുന്നത്. നമ്മുടെ ഇൻസ്ട്രീം ആഡ്, റീൽസ്, സബ്സ്ക്രിപ്ഷൻ, സ്റ്റാർ, ഇതെല്ലാം കൂടാതെയാണ് എനിക്ക് ബോണസ് 100 and something എന്നാലും ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ടെന്ന്. 185 പ്ലസ് അതിൻ്റെ കൂടെ പിന്നെ ബോണസ് എന്ന് പറഞ്ഞിട്ട് ഒരു എമൗണ്ട് കിട്ടിയെന്ന് പറഞ്ഞ് ഞാൻ അന്ന് കാണിച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ബോണസ് എന്ന് പറയുന്ന പോർഷൻ നന്നായിട്ട് ഏൺ ചെയ്തത്. പക്ഷെ എൻ്റെ ഈ പാട്ടിൻ്റെ പേജിന് ഇതുവരെ ബോണസ് ഇനേബിൾ ആയി കിട്ടിയിട്ടില്ല. ബോണസിൻ്റെ പോർഷനിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് നോക്കുമ്പോൾ ഇൻവിറ്റേഷൻ ഓൺലി എന്ന് പറഞ്ഞിട്ട് കാണിക്കുന്നത്. അതായത് എന്നെ ഇതുവരെ അവർ സെലക്ട് ചെയ്തിട്ടില്ല. ഞാൻ പറയുമല്ലോ റാൻഡംലി ആണ് അവർ സെലക്ട് ചെയ്യുന്നത്. അതിന് ഇന്ന എലിജിബിലിറ്റി ഒന്നുമില്ല, മോണിറ്റൈസേഷൻ ആകണം എന്നുള്ളത് മാത്രമേ ഉള്ളൂ. നമ്മൾ പാർട്ട്ണർ മോണിറ്റൈസേഷൻ പ്രോഗ്രാമിൽ മെമ്പർ ആയിരിക്കണം. ദാറ്റ് മീൻസ് നമ്മൾക്ക് ഒരു വയലേഷനോ ഒന്നും ഇല്ലാതെ മോണിറ്റൈസ് ആയ ചാനലാണെങ്കിൽ മാത്രമേ ഇത് കിട്ടത്തുള്ളൂ. അങ്ങനെയുള്ളവരെ അവർ റാൻഡംലി ഇൻവൈറ്റ് ചെയ്യുമെന്ന് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ അതെന്ന് പറഞ്ഞാൽ നമുക്ക് റീൽസിന് ഇല്ല. നമ്മുടെ റീൽസാണ് നമുക്ക് ഏറ്റവും കൂടുതൽ വ്യൂവും നമുക്ക് റീച്ചും ഒക്കെ ചെയ്യുന്ന ഒരു സാധനം. ആ റീൽസിന് നമുക്കതിന് ആ ബോണസ് എന്ന് പറഞ്ഞ ഇതിനകത്ത് തരത്തില്ല. പക്ഷേ ഈ ക്രിയേറ്റർ മോണിറ്റൈസേഷൻ എന്ന് പറയുന്ന ഈ സെക്ഷനാണെങ്കിൽ നമുക്ക് നമ്മുടെ റീൽസും അവർ ഉൾപ്പെടുത്തും. റീൽസിന് വരുന്ന റിയാക്ഷൻസ്, വ്യൂ, ഷെയർസ്, കമൻസ്, ഇത്രയും സാധനത്തിന് റീൽസിന്, നമ്മുടെ ലോങ് വീഡിയോയ്ക്ക്, നമ്മുടെ ഫോട്ടോസിന് അവർ എഴുതിയേക്കുന്നത് ഏൺ മണി ഫോർ ക്വാളിഫൈഡ് വ്യൂ ഓൺ വീഡിയോസ്, പ്ലേ ഓൺ റീൽസ് ആൻഡ് വ്യൂസ്, കമൻസ്, ഷെയർസ്, റിയാക്ഷൻസ്, ഓൾ അതർ എലിജിബിൾ പോസ്റ്റ്. അതായത് നമ്മളിടുന്ന ടെക്സ്റ്റിനാണെങ്കിലും നമ്മളിടുന്ന ഒരു പിക്ചറിനാണെങ്കിലും ഇതിനൊക്കെ വരുന്ന റിയാക്ഷൻ അനുസരിച്ച് നമുക്ക് കിട്ടുമെന്നാണ് പറയുന്നത്. ഇപ്പറേ അവർ എഴുതിയിട്ടുണ്ട് പേ ഔട്ട് 21 days ലേറ്റർ ആയിരിക്കും കിട്ടുന്നത്. നമ്മുടെ ആസ് യൂഷ്വൽ നമ്മുടെ ഈ മാസത്തെ റവന്യൂ അടുത്ത മാസമാണല്ലോ കിട്ടുന്നത് എന്ന് പറയുന്ന പോലെ തന്നെ 21 ദിവസം കഴിയുമ്പോഴാണ് നമുക്ക് ഇതിൻ്റെ റവന്യൂ കിട്ടുന്നത്. അത് $25 നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ മറ്റേ റവന്യൂവിൻ്റെ കൂടെ നമുക്ക് ആഡായി കിട്ടുമെന്നാണ് പറയുന്നത് കേട്ടോ. നമുക്ക് നോക്കാം എങ്ങനെയാണെന്ന്. ഞാൻ ശരിക്കും പറഞ്ഞാൽ ഞാൻ ഇന്നലെ രാത്രി ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ, ഇന്നലെ രാത്രിയിൽ
ഞാനിത് ഇനേബിൾ ആക്കിയത്. ഇപ്പം ഇത് ഫ്രണ്ട് ക്യാമറ ആകുമ്പോൾ മിറർ ഇമേജ് ആയിരിക്കും കാണുന്നത്. $63.63 എനിക്ക് ഇപ്പോൾ തന്നെ എനിക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അതായത് 63 സെൻറ്റ് എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഇന്നലെ രാത്രി മുതൽ ഈ ഒരു നിമിഷം വരെയുള്ള കാര്യമാണ് പറയുന്നത്. അപ്പം പകലൊക്കെ ആയിരിക്കും നമുക്ക് കൂടുതലും ഇന്ത്യയിലും, പിന്നെ പ്രത്യേകിച്ച് ഞാൻ UAE-യിലായതുകൊണ്ട് UAE-യിലുള്ള വ്യൂസ് ആയിരിക്കും കൂടുതലും വരുന്നത്. US-ലൊക്കെ ഉള്ള വ്യൂസ് വളരെ റെയർ ആയിരിക്കും. അതൊക്കെ ആയിരിക്കും ചിലപ്പോൾ ഇത്രയും കിട്ടിയേക്കുന്നത്. എന്തുമായാലും ഒരു നല്ല അപ്ഡേറ്റ് ആണെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. നിങ്ങൾ ആരും ശ്രദ്ധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ പെട്ടെന്ന് നിങ്ങളുടെ പേജിൻ്റെ ഡാഷ്ബോർഡ് ഒന്ന് ഓപ്പൺ ചെയ്തിട്ട് നോക്കിക്കോളൂ. ഇതുപോലൊരു അപ്ഡേറ്റ് നിങ്ങൾക്ക് വന്നിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഇനേബിൾ ആക്കിക്കോളൂ. ആ ഇനേബിൾ ആക്കുന്ന ആ നിമിഷം മുതൽ നമുക്ക് നമ്മുടെ ഡോളർ കുറേശ്ശെ കയറി തുടങ്ങും കേട്ടോ. അപ്പോൾ ഒന്ന് ചെക്ക് ചെയ്തോളൂ. നല്ലൊരു അപ്ഡേറ്റ് ആണെന്ന് എനിക്ക് നിങ്ങളുടെ അഭിപ്രായം, ഈ അപ്ഡേറ്റിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻസിൽ ഇട്ടേക്കണം കേട്ടോ. അപ്പം എല്ലാവരും ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിക്കോളൂ. സെറ്റപ്പ് വന്നിട്ടുള്ളവർ പെട്ടെന്ന് സെറ്റപ്പ് ആക്കി എടുത്തോളൂ. വീണ്ടും മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ ഇറ്റ്സ് മീ റിനീസ് സൈനിങ് ഓഫ്. ബൈ.